സംഘപരിവാറിന് വളരെ യോജിക്കുന്ന രീതിയിൽ ഒരു തിരക്കഥയുണ്ടാക്കിയിട്ട് ചിത്രീകരിച്ച കേരള സ്റ്റോറി എന്ന സിനിമ അത് കേരള വിരുദ്ധ സ്റ്റോറിയായ ഒരു സിനിമയാണെന്ന് തിരിച്ചറിയുകയും അതിനെതിരെ പല പ്രതിഷേധങ്ങൾ ഇതിനകം വരികയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കാലത്ത് ഈ ഏപ്രിൽ 5-ന് ദൂരദർശനിലൂടെ അത് കാണിക്കുന്നു, സംപ്രേഷണം ചെയ്യുന്നു എന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ, LDF ഉൾപ്പെടെ, CPM ഉൾപ്പെടെ, മറ്റ് പല മതേതര പാർട്ടികൾ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ സിനിമ എന്തിനാണിപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ദൂരദർശനെ കാണിക്കുന്നത്? ദൂരദർശൻ ആരാണ്? അത് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്, ദൃശ്യമാധ്യമമാണ്. അവിടെ ഇത് കാണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിനകത്തൊരു മൊറാലിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്വകാര്യ ചാനലിലോ OTT പ്ലാറ്റ്ഫോമിലോ ഇത് കാണിക്കുന്നത് പോലല്ല ഒരു സർക്കാർ സംവിധാനമായ ദൂരദർശനിൽ ഇത് കാണിക്കുക എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്, അതിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത്. ഇനി ഈ സിനിമ എന്താ ഇപ്പോൾ ദൂരദർശനിൽ വന്നാൽ കുഴപ്പമെന്താ? ഇത് ഓൾറെഡി OTT പ്ലാറ്റ്ഫോമിൽ ഉണ്ടല്ലോ, പിന്നെന്താ ഇത് ദൂരദർശൻ എന്താ കുഴപ്പമെന്താ എന്ന് ചോദിക്കുന്ന ഈ വളരെ എന്താ പറയുക, നിഷ്കളങ്കരായ ചില ആൾക്കാരുണ്ട്. നിഷ്കളങ്കതയല്ലതിൽ ചില ഉദ്ദേശത്തോടുകൂടി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സി ടെലിവിഷൻ്റെ OTT പ്ലാറ്റ്ഫോമിൽ ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. കേരള സ്റ്റോറി വന്നു കഴിഞ്ഞിട്ട് കുറേ നാളുകളാണ്. ഇതുവരെ കണ്ടത് വെറും 1,00,000 പേര് പോലുമില്ല. 50,000 പേര് പോലും സിയുടെ OTT പ്ലാറ്റ്ഫോമിൽ കേരള സ്റ്റോറി കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കാശ് കൊടുത്ത് കാണണം. OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ വരിസംഖ്യ എടുക്കണം. ആമസോൺ പ്രൈമിലോ അല്ലെ ഹോട്ട്സ്റ്റാറിലോ അതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ മാസ വരിസംഖ്യ ഓൺലൈനിൽ എടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് മാത്രമേ ഈ സിനിമ കാണാൻ പറ്റൂ. അപ്പോൾ സംഘികളാരും കാശ് മുടക്കി OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. ആകെ കണ്ടത് 50,000 പേര് പോലുമില്ല ഇത്രയും നാളായിട്ട്. അപ്പൊ ഇതെന്തിനാണ് ദൂരദർശനെ കാണിക്കുന്നത്? ഈ സിനിമ ഒരു പരാജയപ്പെട്ട സിനിമയാണ്, ആരും അതിന് പ്രേക്ഷകരില്ല. അപ്പൊ ദൂരദർശനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ? അപ്പൊ അതിനകത്ത് കേബിൾ വഴി കാണാൻ പറ്റും. കേബിൾ TV പാക്കേജിൽ കേരള വിഷൻ പോലുള്ള അല്ലെ സ്വകാര്യ വില്ലേജ് കേന്ദ്രീകരിച്ചിട്ടുള്ള ലോക്കൽ കേബിൾ നെറ്റ്വർക്കിൽ ഉൾപ്പെടെ പാക്കേജിൽ DD ദൂരദർശൻ കാണിച്ചിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അതുകൊണ്ട് പല ലോക്കൽ ചാനൽ നെറ്റ്വർക്കിലും ഈ പറയുന്ന കേബിൾ TVയിലും അതേപോലെ കേരള വിഷൻ പോലുള്ള ലാർജ് നെറ്റ്വർക്കിലും ഇത് കാണിക്കാം. അവിടെയും അപ്പൊ കാണുന്നത് ഇപ്പൊ എങ്ങനെയാണ്? ടെറസ്ട്രിയൽ ട്രാൻസ്മിഷൻ ഇപ്പൊ ഇല്ല. ഏത് മറ്റേ പഴയ വലിയ ആന്റിന വെച്ചിട്ട് ദൂരദർശനം കാണുന്ന പരിപാടി ഇപ്പൊ ഇല്ല, അത് നിർത്തലാക്കി. സാധാരണ ജനങ്ങളുടെ വീടുകളിൽ വരെ ഇപ്പോൾ ഡയറക്റ്റ് ടു ഹോം ഡിഷ് TV ഉണ്ട്. ആ ഡിഷ് TVയിൽ പല കേബിൾ നെറ്റ്വർക്കുകളും പോലെ തന്നെ ഇവരും ഈ ദൂരദർശൻ മാൻഡേറ്ററി ആയതുകൊണ്ട് കാണിക്കുന്നുണ്ട്. അവിടെ ഈ സിനിമ ആൾക്കാർ കാണുന്നുണ്ടാവാം, താല്പര്യമുള്ളവർ കാണുന്നുണ്ടാവും. പക്ഷെ ഇത് എന്തിനു ചെയ്തു ഈ സംപ്രേഷണം ഈ സമയത്ത് ദൂരദർശൻ? അവിടെയാണ് ദൂരദർശൻ ഒരു മോദി ദർശനായിട്ട് മാറിയത്, അവിടെയാണ് എന്ന വ്യാഖ്യാനം ഇതിന് കൊടുക്കുകയും കേരള സ്റ്റോറി ഒരു കേരള വിരുദ്ധ സ്റ്റോറിയായിട്ട് നമ്മൾ വിലയിരുത്തുകയും ചെയ്യേണ്ടി വരുന്നത് അവിടെയാണ്. എന്താ അതിൻ്റെ പ്രമേയം? മുസ്ലിം സമുദായത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രമേയമാണ് ഈ സിനിമ. ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളെ ഇതിനെതിരായിട്ട് അവതരിപ്പിക്കാം എന്നുള്ള പ്രമേയം ചർച്ച ചെയ്യുന്ന സിനിമയാണ് കേരള സ്റ്റോറി. ഒരു സംഘപരിവാർ അജണ്ട വെച്ചിട്ട് എടുത്ത സിനിമയാണ്. ആ സിനിമയെ ഇവിടെ ഞങ്ങൾ സ്വീകരിക്കില്ല, നമുക്ക് ഇത്തരം സിനിമയോട് സഹകരിക്കാനാവില്ല എന്ന നിലപാട് ഒരു മതേതര നിലപാടാണ്, അതൊരു പുരോഗമന നിലപാടാണ്. ആ നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-ഉം LDF-ഉം അതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സിനിമയെ ബഹിഷ്കരിക്കുക എന്നുള്ളതേ ഉള്ളൂ.
OTT-യിൽ 50,000 പേര് പോലും കാണാത്ത ഈ സിനിമ വേറെ ആർക്ക് വേണം? സംഘ് പരിവാർ സംഘികൾ തന്നെ കണ്ടിരുന്നെങ്കിൽ, OTT-യിൽ കാശ് മുടക്കിയത് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എത്ര ലക്ഷം വ്യൂവർഷിപ്പ് ഇതിന് വരുമായിരുന്നു? വെറും 50,000 താഴെ പേര് കണ്ട ഒരു സിനിമയെ നമ്മൾ പേടിക്കണോ? പേടിക്കേണ്ട, ഒട്ടും പേടിക്കേണ്ട, അവഗണിക്കുക. പക്ഷേ ഈ ഇലക്ഷൻ കാലത്ത് സർക്കാർ സംവിധാനം ദൂരദർശൻ പോലുള്ള ദൃശ്യമാധ്യമത്തെ ഇതിന് സർക്കാർ ഉപയോഗിക്കുന്നതിലാണ് ഞങ്ങൾ മോദി ദർശൻ എന്ന് പേരിടുന്നത്. ദൂരദർശൻ ഇനി മുതൽ മോദി ദർശനാണ്. മനസ്സിലായല്ലോ? ഇനി എങ്ങനെയാണ് വാജ്പേയിയുടെ കാലത്ത് ലോക്സഭയിൽ 2 MP-മാർ മാത്രമുണ്ടായിരുന്ന BJP മുന്നണി NDA സഖ്യമുണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണകർത്താക്കളായിട്ട് മാറിയത്? അതുകൂടി ഈ ദൂരദർശൻ കാലത്ത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അതിന് ആരാണ് സഹായം ചെയ്തു കൊടുത്തത്? ഏത് ഗവൺമെന്റ്? കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ച ഗവൺമെന്റ്. വ്യക്തമായിട്ട് പറയാം, രാമായണം സീരിയല് ദൂരദർശനി വന്നത് എന്നായിരുന്നു. അന്ന് ആരാ ഇന്ത്യ ഭരിച്ചത്? കോൺഗ്രസ്. രാമായണം വലിയ ഹിറ്റായി. അതിന് പിന്നാലെ മഹാഭാരതം വന്നു, സീരിയൽ. ആരുടെ കാലത്താണ് വന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്. 2 സീറ്റ് മാത്രം പാർലമെന്റിൽ ലോക്സഭയിൽ ഉണ്ടായിരുന്ന BJP വാജ്പേയി പ്രധാനമന്ത്രിയായിട്ട് അടുത്ത ഗവൺമെന്റ് രൂപീകരിക്കുന്നതിൽ ഏറ്റവും സഹായിച്ചത് ഈ 2 സീരിയലുകളാണ്. രാമാനന്ദ സാഗറിന്റെ രാമായണം സീരിയലും BR ചോപ്രയുടെ മഹാഭാരതം സീരിയലും. ആ സീരിയലിൽ അഭിനയിച്ച താരങ്ങളെല്ലാം പിന്നെ BJP MP-മാരും മന്ത്രിമാരും വരെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഓർക്കുക, എല്ലാ പേരുകളൂടെ പറയുന്നില്ല, ഓർത്താൽ മതി. ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. രാമനായിട്ട് അഭിനയിച്ച അരുൺ, അതുപോലുള്ള പിന്നെ കഥാപാത്രങ്ങൾ, സീതയായിട്ട് അഭിനയിച്ച കഥാപാത്രങ്ങൾ, അല്ലെ ആ താരങ്ങള്, പിന്നെ BJP-യുടെ MLA-മാരും MP-മാരും അധികാര സ്ഥാനങ്ങളിലൊക്കെ വന്നതൊക്കെ നമ്മൾ ഓർത്താൽ മതി. ഇതിന് ആരാ വളം വെച്ചു കൊടുത്തത്? അന്നത്തെ കോൺഗ്രസ് ഭരണകാലത്തെ ദൂരദർശൻ. ഈ പാപക്കറയെന്ന് ഊരിപ്പോകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരിക്കലും കഴിയത്തില്ല. ഇവിടെ BJP വളർത്തിയത് ആരാണ്? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് BJP വളർത്തിയത് ആരാണ്? കോൺഗ്രസ്. ആരാണ് അഴിമതി ചെളിക്കുണ്ടി വീണിട്ട് അധികാരം നരേന്ദ്രമോദിക്കും BJP-ക്കും കൊടുത്തത് 2014? അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA ഗവൺമെന്റാണ്. UPA 2. ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ രാജ്യത്തെ നശിപ്പിച്ചിട്ട് നിങ്ങൾ ഇത് ആരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ ചിന്തിക്കുക. നിങ്ങളാണ് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവര്. ഇന്നിപ്പോ ഹിന്ദുത്വയുടെ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നെങ്കിൽ അതിലെ 1-ാം പ്രതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. പിന്നെ മാത്രമേ RSS-ഉം സംഘപരിവാറും BJP-യും ഒക്കെ പ്രതികളാവുന്നുള്ളൂ. ഇതല്ലേ സത്യം? ഇതിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് പറ്റുമോ? സുധാ കോൺഗ്രസിന് കേരളത്തിലെ കേന്ദ്രത്തില് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഒളിച്ചോടാൻ പറ്റുമോ? സോണിയാഗാന്ധിക്ക് ഒളിച്ചോടാൻ പറ്റുമോ? KC വേണുഗോപാലിന് ഒളിച്ചോടാൻ പറ്റുമോ? ഈ യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടുകൾ എന്താണ്? നിങ്ങൾ BJP-യെ സഹായിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് ജനങ്ങൾക്ക് ഇത് ബോധ്യമുണ്ട്. സത്യമല്ലേ ഞങ്ങൾ ഈ പറയുന്നത്? ഇതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഈ ഒരു നിലപാട് ഇലക്ഷൻ കാലത്ത് ഇത്തരം പരിപാടികൾ ദൂരദർശൻ കാണിക്കണമെങ്കിൽ ED-യെ പോലെ മറ്റൊരു കേന്ദ്ര സ്ഥാപനം നരേന്ദ്രമോദിക്ക് വേണ്ടി കുടലൂത്ത് നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ദൂരദർശൻ അധപ്പതിച്ചു പോയി എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഹിന്ദുത്വയുടെ ഫലം എന്ന് പറയുന്നത്. വിത്ത് മുളപ്പിച്ചു കൊടുത്ത കാലം ആരുടെ കാലമാണ് നമ്മൾ അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഓർക്കുക? കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച കാലം. അതായത് 2 MP-മാരിൽ നിന്ന് 303 MP-മാരിൽ വരെ BJP-യെ വളർത്തിയത് BJP അല്ല, ഇവിടം ഭരിച്ച കോൺഗ്രസ് സർക്കാരാണ്, മാറി മാറി വന്ന സർക്കാരുകളാണ് എന്ന ചരിത്രം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ